നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം തൂക്കി UDF. വൻ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയം. ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞു. സതീശന്റെ കണക്കുകൂട്ടലുകൾ പാളിയില്ല. പിണറായി വിരുദ്ധത ഇടതിന് തിരിച്ചടിയായി. ആഘോഷലഹരിയിൽ കോൺഗ്രസ്. ഇടതിന്റെ മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിൽ മുന്നേറി കോൺഗ്രസ്. 3 അക്കൗണ്ട് തുറന്ന് BJP. രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക്. കോൺഗ്രസിനുള്ളിൽ തിരക്കിട്ട മുഖ്യമന്ത്രി ചർച്ചകൾ. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ബിസിനസ് ഉപദേഷ്ടാവായ വരുൺ ചന്ദ്ര US-ലെ പ്രമുഖ ടെക് കമ്പനികളുടെ മേധാവികളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. 2024 ഒക്ടോബറിനും 2025 ഒക്ടോബറിനും ഇടയിൽ പ്രമുഖ ടെക് കമ്പനികളുമായി 16 തവണ വരുൺ ചന്ദ്ര കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ പുറത്തുവന്നത് വിവരാവകാശ നിയമപ്രകാരം 12 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ. ആമസോൺ, ഒറാക്കിൾ തുടങ്ങിയ കമ്പനികളുടെ മേധാവികൾക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കാമെന്ന് വരുൺ ചന്ദ്ര വാഗ്ദാനം ചെയ്തതായി രേഖകൾ. ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മാറ്റവുമായി NHS. മണിക്കൂറുകളോളം ആശുപത്രിയിൽ ചെലവഴിക്കുന്നതിന് പകരം വേഗത്തിൽ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഇമ്മ്യൂണോതെറാപ്പി കുത്തിവയ്പ്. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുകയും ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന പുതിയ പെംബ്രോവിസ്മാസ് കുത്തിവയ്പ് വെറും 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ നൽകാൻ കഴിയും. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീത്രോ എയർപോർട്ടിൽ 3ാം റൺവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നതിനിടെ സമവായ ശ്രമങ്ങൾ ശക്തം. പുതിയ ചെയർമാൻ ഫിലിപ്പ് ജാൻസൺ എയർലൈൻസ് കമ്പനികളുമായും പ്രധാന പങ്കാളികളുമായും ചർച്ചകൾ ആരംഭിച്ചു. 49 ബില്യൺ പൗണ്ടിന്റെ വിപുലീകരണ പദ്ധതി അനിശ്ചിതത്വത്തിൽ. വ്യവസായി സുരിന്ദർ അറോറ മുന്നോട്ട് വെച്ച കുറഞ്ഞ ചെലവിലുള്ള പദ്ധതികളും നടപ്പിലാകും. ഉടൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14-ഇന സമാധാന നിർദ്ദേശം US-ന് മുന്നിൽ വെച്ച് ഇറാൻ. വെടിനിർത്തൽ നീട്ടുകയല്ല, യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇറാൻ ഭരണകൂടം. പുതിയ നിർദ്ദേശം US മുന്നോട്ട് വെച്ച 9-ഇന സമാധാന പദ്ധതിക്ക് ബദൽ. ഇറാന്റെ പുതിയ നിർദ്ദേശം അവലോകനം ചെയ്യുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ ദുരിതത്തിന്റെ വക്കിലാണെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ്. US നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധം ഫലപ്രദമാണെന്നും ഇത് ഇറാനിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്നും കെവിൻ. യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള അഴിയാപ്പുരുക്ക് അഴിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ബഹുതല നിർദ്ദേശം US-ന് മുൻപിൽ വെച്ച് ഇറാൻ. സംഘർഷം അടിയന്തരമായി പരിഹരിക്കുക, ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള സങ്കീർണമായ ദീർഘകാല തർക്കങ്ങൾ പരിഗണിക്കുക എന്നതാണ് ഇറാന്റെ പുതിയ 14-ഇന സമാധാന നിർദ്ദേശങ്ങൾ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ നിലം പരിശാക്കി BJP ചരിത്രപരമായ മുന്നേറ്റത്തിലേക്ക്. 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP. ദശാബ്ദങ്ങളായി ലക്ഷ്യം വെച്ചിരുന്ന ബംഗാൾ ഭരണം BJP പിടിച്ചെടുത്തു. BJPയുടെ മുന്നേറ്റത്തിന് പിന്നിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയ്ക്ക് മിന്നും ജയം. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 68,184 വോട്ടുകൾ രമേശ് ചെന്നിത്തല നേടി. പ്രധാന എതിർ സ്ഥാനാർത്ഥികളായ TT ജിസ്മോൻ 44,807 വോട്ടുകളും NDAയിലെ സന്ദീപ് വചസ്പതി 31,022 വോട്ടുകളും നേടി. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ബിസിനസ് ഉപദേഷ്ടാവായ വരുൺ ചന്ദ്ര US-ലെ പ്രമുഖ ടെക് കമ്പനികളുടെ മേധാവികളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. 2024 ഒക്ടോബറിനും 2025 ഒക്ടോബറിനും ഇടയിൽ വരുൺ ചന്ദ്ര 6 പ്രമുഖ ടെക് കമ്പനികളുമായി 16 തവണ കൂടിക്കാഴ്ച നടത്തി. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഒറാക്കിൾ, ആപ്പിൾ, മെറ്റ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രഹസ്യ ചർച്ചകൾ വലിയ ലോബിംഗ് സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് നിരീക്ഷകർ കരുതുന്നു. വിവരാവകാശ നിയമപ്രകാരം 12 മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. നിക്ഷേപം, ഡാറ്റാ സെന്ററുകൾക്കായുള്ള സബ്സിഡികൾ, നിയന്ത്രണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഭരണകാലത്തെ കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ ചർച്ചകളിൽ വന്നിരുന്നു. ആമസോൺ, ഒറാക്കിൾ തുടങ്ങിയ കമ്പനികളുടെ മേധാവികൾക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കാമെന്ന് വരുൺ ചന്ദ്ര വാഗ്ദാനം ചെയ്തതായി രേഖകൾ സൂചിപ്പിക്കുന്നു. ഗവൺമെന്റിൽ ചേരുന്നതിന് മുൻപ് മുൻ ബ്രിട്ടീഷ് ചാരന്മാർ സ്ഥാപിച്ച ഹക്ലൂയിഡ്സ് എന്ന കോർപ്പറേറ്റ് ഇന്റലിജൻസ് സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ആ കമ്പനിയിൽ അദ്ദേഹം ഓഹരി പങ്കാളിത്തമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സ്റ്റാർമർ ഭരണകൂടത്തിന് കീഴിൽ US-ലേക്കുള്ള വ്യാപാര ദൂതന്റെ അധിക ചുമതലയും ഇദ്ദേഹത്തിനുണ്ട്. സാധാരണയായി മന്ത്രിമാരോ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയാൽ അത് പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ വരുൺ ചന്ദ്രയെ പോലുള്ള രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾക്ക് നിലവിൽ അത്ര നിയമപരമായ ബാധ്യതകളില്ല. ഇത് ജനാധിപത്യപരമായ സുതാര്യതയെ ബാധിക്കുമെന്ന് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മാറ്റത്തിന് നിർണായകമാവുകയാണ് NHS പുതിയതായി അവതരിപ്പിച്ച ഇമ്മ്യൂണോതെറാപ്പി കുത്തിവയ്പ്. മണിക്കൂറുകളോളം ആശുപത്രിയിൽ ചെലവഴിക്കുന്നതിന് പകരം വേഗത്തിൽ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഇത് രോഗികളെ സഹായിക്കും. സാധാരണയായി IV ട്രിപ്പ് വഴി നൽകുന്ന ചികിത്സയ്ക്ക് ഏകദേശം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയമെടുക്കുമായിരുന്നു. എന്നാൽ പുതിയ
പെംബ്രോബിലിസുമാബ് കുത്തിവയ്പ് 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ നൽകാൻ സാധിക്കും. ചികിത്സാ സമയം കുറയുന്നതോടെ ആശുപത്രികൾക്ക് കൂടുതൽ രോഗികളെ ഒരേ സമയം പരിചരിക്കാൻ സാധിക്കും. ഇത് കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാൻ സഹായിക്കും. ഈ മരുന്ന് ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്തനാർബുദം, ശ്വാസകോശാർബുദം, കുടലിലെ ക്യാൻസർ തുടങ്ങിയ വിവിധതരം ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് ഈ പുതിയ രീതിയിലുള്ള കുത്തിവയ്പ് പ്രയോജനകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് NHS വ്യക്തമാക്കിയിട്ടുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്തെ ഇത്തരം നൂതനമായ മാറ്റങ്ങൾ രോഗികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീത്രോ എയർപോർട്ടിൽ 3ാം റൺവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നതിനിടെ സമവായ ശ്രമങ്ങൾ ശക്തമായി. പുതിയ ചെയർമാൻ ഫിലിപ്പ് ജാൻസൺ എയർലൈൻസ് കമ്പനികളുമായും പ്രധാന പങ്കാളികളുമായും ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഏകദേശം 49 ബില്യൺ പൗണ്ടിന്റെ വിപുലീകരണ പദ്ധതിയാണ് അനിശ്ചിതത്വത്തിലായത്. ചെലവും സേവന നിലവാരവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് പ്രധാന പ്രശ്നമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടൊപ്പം വ്യവസായി സുരിന്ദർ അരോറ മുന്നോട്ട് വെച്ച കുറഞ്ഞ ചിലവിലുള്ള പദ്ധതിയും ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹീത്രോയിൽ പകുതിയിലധികം സ്ലോട്ടുകൾ നിയന്ത്രിക്കുന്ന ബ്രിട്ടീഷ് എയർവേസ് കമ്പനിയുടെ മാതൃകമ്പനിയായ ഇന്റർനാഷണൽ എയർലൈൻസ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള എയർലൈൻസുകൾ പദ്ധതിയുടെ ചെലവ് 30 ബില്യൺ പൗണ്ടിനുള്ളിൽ നിയന്ത്രിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വിർജിൻ അറ്റ്ലാന്റിക് ഉൾപ്പെടെയുള്ള മറ്റ് വിമാന കമ്പനികളും ഉയർന്ന ചിലവുകളെ വിമർശിക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട്. ഏത് വിലയ്ക്കും വിപുലീകരണത്തെ പിന്തുണയ്ക്കില്ല എന്ന നിലപാടിലാണ് ഇവർ നിൽക്കുന്നത്. ഇതിനിടെ ഉയർന്ന ലാൻഡിംഗ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ഹീത്രോയുടെ നീക്കവും നിയന്ത്രണ അതോറിറ്റി തള്ളിയിരുന്നു. അതേസമയം ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിക്ക് പിന്തുണ ആവർത്തിച്ചിരിക്കുകയാണ്. ധനമന്ത്രി റേച്ചൽ റീവ്സ് അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2035ഓടെ റൺവേ പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഔദ്യോഗിക അനുമതിയും നിർമ്മാണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ചെലവുകൾ ഉയർന്നതിനെ തുടർന്ന് ചില നിക്ഷേപകർ പിന്മാറാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. UK-യിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും അതിന്റെ മേൽനോട്ടവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് നിരീക്ഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. സാങ്കേതിക വിദ്യ വളരെ വേഗത്തിൽ വളരുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല എന്ന് ബയോമെട്രിക്സ് കമ്മീഷണർ പ്രൊഫസർ വില്യം വെബ്സ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യമായ നിയന്ത്രണങ്ങൾ വരാൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും എടുത്തേക്കാം. ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് കഴിഞ്ഞ 1 വർഷത്തിനിടെ സ്കാൻ ചെയ്യുന്ന മുഖങ്ങളുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ സംവിധാനം പോലീസ് അവകാശപ്പെടുന്നത്ര ഫലപ്രദമല്ല എന്ന് ചില വിദഗ്ധർ വാദിക്കുന്നു. വംശീയമായ മുൻവിധികളോ സാങ്കേതിക പിഴവുകളോ കാരണം നിരപരാധികൾ കുറ്റവാളികളായി മുദ്രകുത്തപ്പെടാൻ ഈ സംവിധാനം ഇടയാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, താൻ പോയിട്ടില്ലാത്ത നഗരത്തിലെ മോഷണക്കുറ്റത്തിന് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളും കടകളും ഷോപ്പ് ലിഫ്റ്റിംഗ് തടയാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ ഉപഭോക്താക്കളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായി വിസിൽ ബ്ലോവർമാർ വെളിപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമാക്കുന്ന പുതിയ നിയമങ്ങളും ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക റെഗുലേറ്ററും ആവശ്യമാണ് എന്ന് വാച്ച് ഡോഗുകൾ ആവശ്യപ്പെടുന്നു. നിലവിൽ ഒരു പാച്ച് വർക്ക് നിയമ സംവിധാനമാണ് ഇതിനായുള്ളതെന്നും അവർ വിമർശിക്കുന്നു. ബ്രിട്ടനിൽ ലോറികൾ, ബസ്സുകൾ, കോച്ചുകൾ എന്നിവ പ്രൊഫഷണലായി ഓടിക്കുന്ന ഡ്രൈവർമാർ നിർബന്ധമായും ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് പുതുക്കണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ നിർദ്ദേശം പാലിക്കാത്ത ഡ്രൈവർമാർക്ക് 1000 പൗണ്ട് വരെ പിഴ ലഭിക്കുമെന്ന് ഗവൺമെന്റ് ഓഫ് UK മുന്നറിയിപ്പ് നൽകി. ഓരോ 5 വർഷത്തിലൊരിക്കൽ 35 മണിക്കൂർ നിർബന്ധ പരിശീലനം പൂർത്തിയാക്കണം. ഇത് ചെയ്യാത്തവർക്ക് പ്രൊഫഷണൽ ഡ്രൈവിംഗ് നിയമവിരുദ്ധമാകും. സമയപരിധി കഴിഞ്ഞാൽ പരിശീലനം പൂർത്തിയാക്കുന്നതുവരെ ഡ്രൈവിംഗ് തുടരാൻ അനുമതിയില്ല. അതിനാൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അവരുടെ കാലാവധി നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ലോറി, ബസ്, കോച്ച് ഡ്രൈവർമാരാകാൻ പൂർണ്ണ കാർ ലൈസൻസ്, 18 വയസ്സിന് മുകളിലുള്ള പ്രായം, കൂടാതെ CPC യോഗ്യത എന്നിവ നിർബന്ധമാണ്. CPC നേടുന്നതിനായി മൾട്ടിപ്പിൾ ചോയ്സ്, ഹസാർഡ്സ് പെർസെപ്ഷൻ, കേസ് സ്റ്റഡീസ് എന്നിവ ഉൾപ്പെടെ മൊത്തം 5 പരീക്ഷകളാണ് ഉള്ളത്. മുൻപ് HGV ഡ്രൈവർ ആയിരുന്നവർക്ക് വീണ്ടും പരിശീലനം എടുക്കുമ്പോൾ എല്ലാ പരീക്ഷകളും ആവശ്യമില്ലാതിരിക്കാം. പരിശീലനം പൂർത്തിയാക്കിയ തീയതി മുതൽ 5 വർഷം വരെ അത് സാധുവായിരിക്കും. എന്നാൽ 5 വർഷം കഴിഞ്ഞ് പരിശീലനം പുതുക്കാതെ വരുന്നവർക്ക് അത് കണക്കാക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ലോറിയും ബസ്സും ഒരുമിച്ച് ഓടിക്കുന്നവർക്ക് ഒരേ പരിശീലനം മതിയാകുമെന്നതും ആശ്വാസകരമാണ്. ഇതോടൊപ്പം CPC കാർഡ് കൈവശം വയ്ക്കാതെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് നടത്തിയാൽ 50 പൗണ്ട് പിഴയും ലഭിക്കും. ആവശ്യമായ 35 മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ കാർഡ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും ഡ്രൈവിംഗ് സമയത്ത് കൈവശം വേണം. കൂടാതെ തിയറി പരീക്ഷയും പ്രായോഗിക പരീക്ഷയും പാസ്സാകേണ്ടതുണ്ട്. അതിന് പ്രത്യേകം ഫീസുകളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 185 ദിവസം താമസിച്ചിരിക്കണമെന്നതും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള നിബന്ധനയാണ്. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് സാമ്പത്തിക നഷ്ടവും തൊഴിൽ നഷ്ടവും നേരിടേണ്ടി വരുന്നതിനാൽ ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14-ന സമാധാന നിർദ്ദേശം US-ന് മുന്നിൽ വെച്ച് ഇറാൻ. വെടിനിർത്തൽ നീട്ടുകയല്ല, യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ളവർ മാധ്യമങ്ങളോട് പറഞ്ഞു. US മുന്നോട്ട് വെച്ച 9-ന സമാധാന പദ്ധതിക്ക് ബദലായാണ് ഇറാൻ ഇത് അവതരിപ്പിച്ചത്.
ഇറാനുമേലുള്ള യുഎസിന്റെ ഉപരോധം പിൻവലിക്കുക, ഹോർമസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക, ഇസ്രയേൽ ലെബനൻ നടത്തുന്ന ആക്രമണം ഉൾപ്പെടെയുള്ളവ അവസാനിപ്പിക്കുക എന്നിവയ്ക്കുള്ള ആഹ്വാനവും 14 നിർദ്ദേശത്തിലുണ്ട്. ഇറാന്റെ പുതിയ നിർദ്ദേശം അവലോകനം ചെയ്യുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ സമാധാന കരാർ ഉണ്ടാകുമോ എന്ന് വ്യക്തമായില്ല. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ ദുരന്തത്തിന്റെ വക്കിലാണെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ് പറഞ്ഞു. യുഎസ് നടപ്പിലാക്കിയ നാവിക ഉപരോധം ഫലപ്രദമാണെന്നും ഇത് ഇറാനിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫേസ് ദി നാഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഉപരോധം ഇറാനിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമെന്നും ഭക്ഷ്യക്ഷാമത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു എന്ന് ഹാസറ്റ് പറഞ്ഞു. പ്രസിഡന്റ് കാണുന്നത് പോലെ ഉപരോധം പ്രവർത്തിക്കുന്നുവെന്നും ഇറാന് അത്യധികം സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് തങ്ങൾ വെടിവെക്കാത്ത സാഹചര്യത്തിൽ ചർച്ചകളും സമ്മർദ്ദവും ഒരുമിച്ചുള്ള അവസ്ഥയെ യുദ്ധമെന്ന് വിളിക്കാമോ എന്നത് വ്യക്തമല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഹോർമൂസ് മേഖലയിൽ മൈനുകൾ സ്ഥാപിക്കുമെന്ന ഇറാന്റെ ഭീഷണികൾ കാരണം മനുഷ്യ സഹായം രാജ്യത്തേക്ക് എത്തുന്നതും തടസ്സപ്പെട്ടതായി ഹാസറ്റ് ആരോപിച്ചു. സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ അമേരിക്കയിൽ ഇന്ധനവില വർദ്ധിച്ചതിനെ കുറിച്ച് പ്രതികരിച്ച ഹാസറ്റ് ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും വിലവർദ്ധനയുടെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കിയതായും ഭരണകൂടത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലയിലാക്കുകയാണെന്നും യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പരമാവധി സമ്മർദ്ദം നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ ശക്തിപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ എലീറ്റ് സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലേക്ക് പണമെത്തിക്കാൻ ശ്രമിക്കുന്ന ഏത് വിഭാഗത്തെയും ലക്ഷ്യമിട്ട് സാമ്പത്തിക നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്ന് ട്രഷറി വകുപ്പ് അറിയിച്ചു. ഭരണകൂടവുമായി ബന്ധമുള്ള വിദേശ ആസ്തികൾ കണ്ടെത്തി നിയന്ത്രണ വിധേയമാക്കുന്നതും തുടരുകയാണെന്നും ഭാവിയിൽ ഇത് ഇറാൻ ജനങ്ങൾക്ക് തന്നെ ഉപയോഗപ്രദമാക്കാനാണ് ലക്ഷ്യമെന്നും ബെസന്റ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷവും നയതന്ത്ര ചർച്ചകളിലെ നിലച്ച നിലയും തുടരുന്നതിനിടെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന നിലപാടിലാണ് അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള അഴിയാക്കുരു കഴിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ബഹുതല നിർദ്ദേശം യുഎസിന് മുൻപിൽ വെച്ച് ഇറാൻ. സംഘർഷം അടിയന്തരമായി പരിഹരിക്കുക, ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള സങ്കീർണമായ ദീർഘകാല തർക്കങ്ങൾ പിന്നീട് പരിഗണിക്കുക എന്നതാണ് ഇറാന്റെ പുതിയ 14 സമാധാന നിർദ്ദേശത്തിലുള്ളത്. 30 ദിവസം കൊണ്ട് നടപ്പാക്കത്തക്ക വിധത്തിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലും സമീപത്തുമുള്ള സംഘർഷത്തിന് ഇളവ് വരുത്താനുള്ള സന്നദ്ധത ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പകരം ഹോർമൂസിൽ യുഎസ് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധത്തിൽ ഇളവുണ്ടാകണം. ഇറാന്റെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്നതാണ് ആവശ്യം. നിർണായക ചർച്ചകളിലേക്ക് കടക്കും മുൻപ് ഇരുപക്ഷവും പരസ്പര വിശ്വാസം വളർത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതെന്നാണ് ഇറാൻ കരുതുന്നത് എന്നതാണ് വിലയിരുത്തൽ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.98 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 95.02 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.41 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.87 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ നിലം പരിശാക്കി ബിജെപി ചരിത്രപരമായ മുന്നേറ്റത്തിലേക്ക്. 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാനത്ത് 200 സീറ്റുകളിലേക്ക് അടുക്കുകയാണ്. ദശാബ്ദങ്ങളായി ലക്ഷ്യം വെച്ചിരുന്ന ബംഗാൾ ഭരണം ഇത്തവണ ബിജെപി പിടിച്ചെടുക്കുമെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ഗണ്യമായി കുറയുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കാണുന്നത്. ബിജെപിയുടെ മുന്നേറ്റത്തിന് പിന്നിൽ ഹിന്ദു വോട്ടുകളുടെ വലിയ തോതിലുള്ള ഏകീകരണമാണ് എന്ന് ബിജെപി നേതാവ് സുവേന്ദു അധികാരി അവകാശപ്പെട്ടു. പരമ്പരാഗതമായി തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം വോട്ടുകളിൽ ഇത്തവണ വിള്ളൽ ഉണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്ദിഗ്രാം പോലുള്ള മണ്ഡലങ്ങളിലെ മുസ്ലിം ബൂത്തുകളിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ ശക്തി കേന്ദ്രമായ വടക്കൻ ബംഗാളിൽ പാർട്ടി പ്രതീക്ഷിച്ച വിജയം നേടുന്നതിനൊപ്പം തൃണമൂലിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താനും ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്നത്. ആദ്യഘട്ട സൂചനകൾ പ്രകാരം ബിജെപി 135-ലധികം സീറ്റുകൾ നേടുമെന്ന് സുവേന്ദു അധികാരി പ്രവചിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂരിൽ തുടക്കത്തിൽ തൃണമൂൽ ലീഡ് ചെയ്തേക്കാമെങ്കിലും 10ാം റൗണ്ടിനു ശേഷം ബിജെപി ഇത് മറികടക്കുമെന്ന് അധികാരി പറഞ്ഞു. നേരത്തെ തൃണമൂലിന് 95% വോട്ടുകൾ ലഭിച്ചിരുന്ന മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിൽ ഇത്തവണ പിന്തുണ കുറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഭോപ്പാലിൽ പ്രമുഖ IAS കോച്ചിംഗ് അക്കാദമി ഡയറക്ടറെ തട്ടിക്കൊണ്ടുപോയി തോക്കിൽ മുനയിൽ നിർത്തി 1.89 കോടി രൂപ തട്ടിയെടുത്തു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശുഭ്ര രഞ്ജൻ IAS അക്കാദമി ഡയറക്ടർ ശുഭ്ര രഞ്ജനാണ് അതിക്രമത്തിന് ഇരയായത്.
അക്കാദമിയുടെ ഭോപ്പാൽ ഫ്രാഞ്ചൈസ് നടത്തിയിരുന്ന പ്രിയങ്ക് ശർമ്മ എന്ന വ്യക്തിയാണ് ആസൂത്രിത കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ഭോപ്പാലിൽ പുതിയ സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനെന്ന വ്യാജേന ശുഭ്ര രഞ്ജനെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. ഭോപ്പാലിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന അവരെ പ്രിയങ്ക് തന്റെ വാഹനത്തിൽ കയറ്റി ബാക്സവാനിയ പ്രദേശത്തുള്ള ഒരു വാടക ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ തോക്കുകളുമായി കാത്തുനിന്ന ഗുണ്ടാ സംഘം അവരെയും സഹപ്രവർത്തകരെയും ബന്ദികളാക്കുകയായിരുന്നു. ശുഭ്ര രഞ്ജന്റെയും മറ്റും നിലവിളികൾ പുറത്തു കേൾക്കാതിരിക്കാൻ ഫ്ളാറ്റിൽ ഉച്ചത്തിൽ സുന്ദരകാന്ഡം പാരായണം സംഘടിപ്പിച്ചിരുന്നു. ഭക്തിയല്ല മറിച്ച് ക്രൂരത മറയ്ക്കാനുള്ള തന്ത്രമായാണ് ഇതിനെ പോലീസ് കാണുന്നത്. ഏകദേശം 4 മണിക്കൂറോളം തോക്കിന് മുന്നിൽ നിർത്തി 1.89 കോടി രൂപ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർ നിർബന്ധപൂർവ്വം മാറ്റിച്ചു. പോലീസിനെ സമീപിക്കാതിരിക്കാൻ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ചില വീഡിയോകൾ റെക്കോർഡ് ചെയ്യിപ്പിക്കുകയും സഹപ്രവർത്തകരെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പണം തട്ടിയ ശേഷം ഇവരെ വിട്ടയച്ചുവെങ്കിലും ഭോപ്പാൽ ക്രൈംബ്രാഞ്ച് അതിവേഗം അന്വേഷണം ആരംഭിച്ചു. പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ പ്രതിയായ പ്രിയങ്ക് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും പിന്നീട് അസുഖം അഭിനയിച്ച് ഭോപ്പാൽ എയിംസ് ആശുപത്രിയിലെ ICUവിൽ അഭയം തേടുകയും ചെയ്തു. എന്നാൽ പോലീസ് അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഗോവയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ ലൈംഗികാതിക്രമത്തിന് ഇരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ 13% പേരും ഗർഭിണികളായതായി സംസ്ഥാന സർക്കാരിന്റെ വിക്ടിം അസിസ്റ്റൻസ് യൂണിറ്റ്. ഈ കാലയളവിൽ 1200-ലധികം ലൈംഗിക പീഡന കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പല കേസുകളിലും പ്രസവ സമയത്ത് മാത്രമാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾ പോലും അറിയുന്നത് എന്നത് ഞെട്ടിക്കുന്ന വിവരം റിപ്പോർട്ടിലുണ്ട്. വിക്ടിം അസിസ്റ്റൻസ് യൂണിറ്റിന്റെ കണക്കുകൾ പ്രകാരം 16 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരിലാണ് ഗർഭധാരണം കൂടുതൽ. 11 മുതൽ 15 വയസ്സ് വരെയുള്ളവരിൽ 39%. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 1% കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ ഗർഭിണിയായ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന് VAU കോർഡിനേറ്റർ എമിഡിയോ പിൻഹോ പറഞ്ഞു. 5ാം ക്ലാസ് മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്നാണ് പ്രധാന നിർദ്ദേശം. സ്കൂളുകൾ വഴി കൃത്യമായ അറിവ് പകർന്നു നൽകണം. ഇതിനായി ഏകീകൃതമായ പാഠ്യപദ്ധതി തയ്യാറാക്കണം. കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അവർക്ക് കൗൺസിലിംഗ് നൽകാനും അധ്യാപകരെ പ്രാപ്തരാക്കണം. നിയമപരമായ വശങ്ങളെക്കുറിച്ച് അധ്യാപകർക്ക് ധാരണയുണ്ടാകണം. കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കൂടുതൽ ആശയവിനിമയം ആവശ്യമാണെന്നും നിർദ്ദേശമുണ്ട്. കേരളം UDF തൂക്കി. കേരളത്തിലെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ UDF നിർണായക മുന്നേറ്റം നടത്തുകയും പല മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ നേടുകയും ചെയ്തു. ദീർഘകാലമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ തകർത്തുകൊണ്ടാണ് ഈ മുന്നേറ്റം എന്നത് ശ്രദ്ധേയമാണ്. 10 വർഷത്തെ പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളം വൻ ഭൂരിപക്ഷത്തിൽ UDF തൂക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പ്രചരണ രീതിയും സംഘടനാ ശക്തിയും UDFന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ UDFന് കഴിഞ്ഞതും ഫലത്തിൽ പ്രതിഫലിച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ നിന്നും നഗരമേഖലകളിലേക്കുള്ള വോട്ടർമാരുടെ പിന്തുണ UDFന് ലഭിച്ചതാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച LDF മുന്നണി പല ശക്തി കേന്ദ്രങ്ങളിലും പിന്നോട്ട് പോയി. ഭരണപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, വിവിധ വിവാദങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയ വിമർശനങ്ങൾ വോട്ടിംഗ് രീതിയിൽ സ്വാധീനം ചെലുത്തി. പല പ്രധാന മണ്ഡലങ്ങളിൽ ചെങ്കോട്ടകൾ തകർന്നതും ശ്രദ്ധേയമാണ്. ഇതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. UDF കേരളം തൂക്കിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചകൾ ശക്തമാവുകയാണ്. നിലവിലെ പ്രവണതകൾ പ്രകാരം UDF ശക്തമായ തിരിച്ചുവരവ് നടത്തിയതും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടതുമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രത്യേകത. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയ ആദ്യ അരമണിക്കൂറിലും 71 സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു LDF ക്യാമ്പ്. എന്നാൽ ഫലം വന്നപ്പോൾ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ കോട്ടകൾ ഇളകി തകർന്ന് തരിപ്പണമായി. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പാർട്ടി വിട്ട് UDF പിന്തുണയോടെ മത്സരിച്ച 5 പേരാണ് CPMനെ ഇരട്ട വെല്ലുവിളിയായത്. അവരിൽ 3 പേരും വിജയിച്ചു. ഒരിടത്ത് വിമതനെ ജനം പൂർണ്ണമായും കൈവിട്ടപ്പോൾ മറ്റൊരിടത്ത് അതിശക്തമായ മത്സരം കാഴ്ചവെച്ചു. പയ്യന്നൂരിലെ വിമതൻ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ വിമതൻ KK ഗോവിന്ദനും അമ്പലപ്പുഴയിലെ വിമതൻ G സുധാകരനും വൻ വിജയമാണ് നേടിയത്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി അതിശക്തമായ മത്സരം കാഴ്ചവെച്ചപ്പോൾ ഒറ്റപ്പാലത്ത് PK ശശി കനത്ത പരാജയം ഏറ്റുവാങ്ങി. നേമത്ത് V ശിവൻകുട്ടി കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് തുറന്ന് BJP. O രാജഗോപാലിന് പിന്നാലെ നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക്. നേമത്തും ചാത്തന്നൂരിലും BJP അക്കൗണ്ട് തുറന്നു. ഒപ്പം 20 വോട്ടിന് കഴക്കൂട്ടം V മുരളീധരൻ പിടിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി. ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയ്ക്ക് മിന്നും ജയം. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 68,184 വോട്ടുകൾ രമേശ് ചെന്നിത്തല നേടി. പ്രധാന എതിർ സ്ഥാനാർത്ഥികളായ TT ജിസ്മോൻ 44,807 വോട്ടുകളും NDAയിലെ സന്ദീപ് വചസ്പതി 31,022 വോട്ടുകളും നേടി.
സംസ്ഥാനമൊട്ടാകെ ഇടതുതരംഗം ശക്തമായിരുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വന്തം രാഷ്ട്രീയ സ്വഭാവം നിലനിർത്തിയ മണ്ഡലമാണ് ഹരിപ്പാട്. കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന ഈ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ രമേശ് ചെന്നിത്തലയാണ് വിജയിച്ചത്. അദ്ദേഹത്തിന് 72,768 വോട്ടുകൾ ലഭിച്ചപ്പോൾ CPS സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് R സജിലാൽ 59,102 വോട്ടുകളും നേടി. NDA സ്ഥാനാർത്ഥിയായ K സോമൻ 17,890 വോട്ടുകൾ നേടി. ഇതോടെ 13,666 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ നിയമസഭയിൽ എത്തിയത്. 2011 മുതൽ രമേശ് ചെന്നിത്തലയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് 67,379 വോട്ടുകൾ ലഭിച്ചപ്പോൾ CPയുടെ G കൃഷ്ണപ്രസാദ് 61,858 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥിയായ അജിത് ശങ്കർക്ക് അന്ന് 3,145 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും 13 മന്ത്രിമാരും പിന്നിലാണെന്ന വാർത്തകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പോമോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കോന്നി തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇത് സൂചിപ്പിച്ചാണ് രാഹുലിന്റെ കുറിപ്പ്. CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞ ആളോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയക്കുതിപ്പ്. തുടർച്ചയായ 3-ാം മത്സരത്തിലും ജയിച്ച ഗുജറാത്ത് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. 10 കളിയിൽ 12 പോയിന്റാണ് ഗുജറാത്തിനുള്ളത്. പഞ്ചാബ് കിങ്സിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. സായ് സുദർശന്റെ ബാറ്റിംഗ് മികവും ജേസന്റെ ഹോൾഡറിംഗ് ബൌളിംഗ് പ്രകടനവുമാണ് ടീമിനെ തുണച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി 41 പന്തിലാണ് സായ് സുദർശൻ 57 റൺസ് എടുത്തത്. വാഷിംഗ്ടൺ സുന്ദർ 40 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ശുഭ്മാൻ ഗിൽ 5 റൺസ് എടുത്ത് നിരാശപ്പെടുത്തി. ജോസ് ബട്ട്ലർ 25 റൺസ് എടുത്തു. നിഷാന്ത് സിന്ധു, രാഹുൽ തെവാട്ടിയ, ജേസൺ ഹോൾഡർ എന്നിവർ പുറത്തായി. അർഷാദ് ഖാൻ പുറത്താകാതെ 8 റൺസ് എടുത്തു. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുത്തു. മുൻനിര ബാറ്റർമാരെല്ലാം അതിവേഗം അടങ്ങിയ മത്സരത്തിൽ പഞ്ചാബിന് വേണ്ടി സൂര്യൻ ഷെഡ്ഗയാണ് പൊരുതി ഭേദപ്പെട്ട സ്കോറിലെത്താൻ ഇടയാക്കിയത്. 29 പന്തിൽ 57 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. മാർക്കസ് സ്റ്റോയിനിസും 40 റൺസ് എടുത്തു. മാർക്കോ യാൻസനും 20 റൺസ് കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം തൂക്കി UDF. വൻ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയം. ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞു. സതീശന്റെ കണക്കുകൂട്ടലുകൾ പാളിയില്ല. പിണറായി വിരുദ്ധത ഇടതിന് തിരിച്ചടിയായി. ആഘോഷലഹരിയിൽ കോൺഗ്രസ്. ഇടതിന്റെ മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിൽ മുന്നേറി കോൺഗ്രസ്. 3 അക്കൗണ്ട് തുറന്ന് BJP. രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക്. കോൺഗ്രസിനുള്ളിൽ തിരക്കിട്ട മുഖ്യമന്ത്രി ചർച്ചകൾ. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ബിസിനസ് ഉപദേഷ്ടാവായ വരുൺ ചന്ദ്ര US-ലെ പ്രമുഖ ടെക് കമ്പനികളുടെ മേധാവികളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. 2024 ഒക്ടോബറിനും 2025 ഒക്ടോബറിനും ഇടയിൽ പ്രമുഖ ടെക് കമ്പനികളുമായി 16 തവണ വരുൺ ചന്ദ്ര കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ പുറത്തുവന്നത് വിവരാവകാശ നിയമപ്രകാരം 12 മാസത്തെ പരിശ്രമത്തിനുണ്ട്. ആമസോൺ, ഒറാക്കിൾ തുടങ്ങിയ കമ്പനികളുടെ മേധാവികൾക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കാമെന്ന് വരുൺ ചന്ദ്ര വാഗ്ദാനം ചെയ്തതായി രേഖകൾ. ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മാറ്റവുമായി NHS. മണിക്കൂറുകളോളം ആശുപത്രിയിൽ ചെലവഴിക്കുന്നതിന് പകരം വേഗത്തിൽ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഇമ്മ്യൂണോതെറാപ്പി കുത്തിവയ്പ്. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുകയും ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന പുതിയ പെംബ്രോവിസ്മാസ് കുത്തിവയ്പ് വെറും 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ നൽകാൻ കഴിയും. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീത്രോ എയർപോർട്ടിൽ 3-ാം റൺവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നതിനിടെ സമവായ ശ്രമങ്ങൾ ശക്തം. പുതിയ ചെയർമാൻ ഫിലിപ്പ് ജാൻസൺ എയർലൈൻസ് കമ്പനികളുമായും പ്രധാന പങ്കാളികളുമായും ചർച്ചകൾ ആരംഭിച്ചു. 49 ബില്യൺ പൗണ്ടിന്റെ വിപുലീകരണ പദ്ധതി അനിശ്ചിതത്വത്തിൽ. വ്യവസായി സുരിന്ദർ അറോറ മുന്നോട്ട് വെച്ച കുറഞ്ഞ ചെലവിലുള്ള പദ്ധതികളും നടപ്പിലാകും. ഉടൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14-ഇന സമാധാന നിർദ്ദേശം US-ന് മുന്നിൽ വെച്ച് ഇറാൻ. വെടിനിർത്തൽ നീട്ടുകയല്ല, യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇറാൻ ഭരണകൂടം. പുതിയ നിർദ്ദേശം US മുന്നോട്ട് വെച്ച 9-ഇന സമാധാന പദ്ധതിക്ക് ബദൽ. ഇറാന്റെ പുതിയ നിർദ്ദേശം അവലോകനം ചെയ്യുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ ദുരിതത്തിന്റെ വക്കിലാണെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ്. US നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധം ഫലപ്രദമാണെന്നും ഇത് ഇറാനിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്നും കെവിൻ. യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള അഴിയാപ്പുരുക്ക് അഴിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ബഹുതല നിർദ്ദേശം US-ന് മുൻപിൽ വെച്ച് ഇറാൻ. സംഘർഷം അടിയന്തരമായി പരിഹരിക്കുക, ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള സങ്കീർണമായ ദീർഘകാല തർക്കങ്ങൾ പരിഗണിക്കുക എന്നതാണ് ഇറാന്റെ പുതിയ 14-ഇന സമാധാന നിർദ്ദേശങ്ങൾ.
പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ നിലം പരിശാക്കി ബി.ജെ.പി. ചരിത്രപരമായ മുന്നേറ്റത്തിലേക്ക്. 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി.ജെ.പി. ദശാബ്ദങ്ങളായി ലക്ഷ്യം വെച്ചിരുന്ന ബംഗാൾ ഭരണം ബി.ജെ.പി. പിടിച്ചെടുത്തു. ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന് പിന്നിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയ്ക്ക് മിന്നും ജയം. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 68,184 വോട്ടുകൾ രമേശ് ചെന്നിത്തല നേടി. പ്രധാന എതിർ സ്ഥാനാർത്ഥികളായ ടി ജിസ്മോൻ 44,807 വോട്ടുകളും എൻ.ഡി.എയിലെ സന്ദീപ് വചസ്പതി 31,022 വോട്ടുകളും നേടി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.